വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലർ ചേർന്നാണ് സ്പോൺസർ ചെയ്താണ് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആത്മാർത്ഥമായി നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, തൃശ്ശൂർ എന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു പൈതലിനെ കൊടുക്കണമേ. എല്ലാ കടഭാരത്തിൽ നിന്നും അങ്ങ് വിമോചനം നൽകണമേ, നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള സിബി ലിനുവിനായി പ്രാർത്ഥിക്കുന്നു. തനിക്കൊരു പൈതലിനെ നൽകി അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. തൃശ്ശൂരിൽ നിന്നുള്ള ജോണി വി പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 ആൺമക്കളെയും ഇപ്പോൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമല്ല, മൂത്ത മകൻ വിപിന് നല്ല ഒരു ജോലി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൊൽക്കത്തയിൽ നിന്നുള്ള അങ്കിത് പ്രകാശിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വലത് കാലിലുള്ള ആ വല്ലാത്ത വിറയൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ഇൻ ജീസസ് നെയിം. കാലിക്കറ്റ് എന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഭർത്താവ് മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാകട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. മക്കളുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കലിൽ നിന്നുള്ള റഹീന ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. മക്കൾക്ക് നല്ലൊരു ഭാവി നൽകണമേ. എല്ലാ കടബാധ്യതകളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ്പൂരിൽ നിന്നുള്ള സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ഷോണിന് നല്ല ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകി ദീർഘായുസ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭോപ്പാലിൽ നിന്നുള്ള ശോശാമ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MDക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുവാനും നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago, September 11th Friday 7:30 p.m. September 12th Saturday 10:30 a.m. and 6:30 p.m. September 13th Sunday 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒറ്റപ്പാലം സെപ്റ്റംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. AH ഗാലറി ഓഡിറ്റോറിയം, KVM പ്ലാസ, മെഗാ മാളിന് സമീപം, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി സെപ്റ്റംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. സഹോദരിയുടെ പേര് വിബിത എന്നാണ്. തൻ്റെ അമ്മ ബേബിയാണ് അടുത്ത് നിൽക്കുന്നത്. സഹോദരി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ താൻ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല താൻ MBA പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. താൻ 2014 ഒക്ടോബർ മാസത്തിൽ തൻ്റെ പാസ്പോർട്ടിന് വേണ്ടി താൻ അപ്ലൈ ചെയ്തിരുന്നു. തനിക്ക് അതിനുള്ള അപ്പോയിൻമെൻറ്റ്, വെരിഫിക്കേഷനുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയത് നവംബർ മാസത്തിലാണ്. അങ്ങനെ താൻ അതിനായിട്ട് കടന്നുപോയി. താൻ അവിടെ ചെന്നപ്പോൾ തൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു.
തൻ്റെ അമ്മയുടെ യഥാർത്ഥ പേര് ബേബി എന്നാണ്. അതിൽ പക്ഷേ സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്ന പേര് ദേവി എന്നാണ്. അത് മുഖാന്തരം അവിടുത്തുള്ള അധികാരികൾ പറഞ്ഞു, ഇത് അപ്രൂവൽ ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾ അടുത്ത ഒരു ഡേറ്റ് എടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് പിന്നീട് ഒരു ദിവസം വരാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ഡിസംബർ മാസം 2-ാം തീയതി തനിക്ക് രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അന്ന് താൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് MBAക്കുള്ള ഒരു എക്സാം അന്നേ ദിവസം തന്നെ ഉണ്ട്. സെയിം ഡേയിൽ തന്നെ സഹോദരി പാസ്പോർട്ട് ഓഫീസിലും പോകണം, എക്സാമും എഴുതണം. സഹോദരി ചെയ്തത് നേരെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. താൻ അവിടെ നിന്ന് നമ്മുടെ എറണാകുളത്തുള്ള പ്രയർ കോൾ സെന്ററിൽ വിളിച്ച് താൻ പ്രാർത്ഥിച്ചു. അവിടെ ഉണ്ടായിരുന്ന വ്യക്തി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം ഒരു അത്ഭുതം ഇതിൻ്റെ മേൽ ചെയ്യും എന്ന് പറഞ്ഞയച്ചു. ഈ പാസ്പോർട്ട് ഓഫീസും ഈ എക്സാം എഴുതേണ്ട സ്ഥലവും തമ്മിൽ 45 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനുള്ളൊരു ടോക്കൺ എടുത്തു. അത് 24ാമത്തെ ടോക്കണാണ് തനിക്ക് കിട്ടിയത്. സംഭവിച്ച കാര്യം, തൻ്റെ 23 നമ്പർ കഴിഞ്ഞപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെടുത്ത ടോക്കൺ അത് ഇൻവാലിഡ് ആയിപ്പോയി. 23 ആയപ്പോൾ 24 ഇവിടുത്തേത്. അതെ, അവർ പറഞ്ഞു അടുത്തൊരു ടോക്കൺ കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ താൻ രണ്ടാമത് എടുത്ത ടോക്കൺ 66 പിന്നെയും തനിക്ക് ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. താൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. താൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ യാതൊന്നും തന്നോടൊന്നും ചോദിച്ചില്ല. അവർ അപ്രൂവൽ അടിച്ചു, ഓക്കെ അടിച്ചു വിട്ടു. സഹോദരി പറഞ്ഞ 2 ആഴ്ചക്ക് ശേഷം തൻ്റെ പാസ്പോർട്ട് വരാനിടയായി. അതിനുശേഷം സഹോദരി ഈ 45 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. താനൊരു ഓട്ടോ വിളിച്ചിട്ട് എക്സാം എഴുതാൻ പോയി. താൻ വളരെയധികം ഭാരത്തോടെ ആയിരുന്നു. ഈ സഹോദരി പറഞ്ഞതാണ്, ഈ സഹോദരി നിലവിളിയും പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം കേട്ടു. താൻ അന്ന് എഴുതിയ പരീക്ഷയ്ക്കാണ്, അന്ന് എഴുതിയ സെമസ്റ്ററാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്ത് ദൈവം തന്നെ അനുഗ്രഹിച്ചു. അന്ന് എഴുതിയതിന് ഏറ്റവും കൂടുതൽ മാർക്ക്, ഇത്രയും ടെൻഷനോടുകൂടി പോയപ്പോൾ സഹോദരിയെ ദൈവം അതുപോലെ അനുഗ്രഹിച്ചു. മാത്രമല്ല, ഇന്ന് ഒരു എപ്പിസോഡ് താൻ സ്പോൺസർ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയും വരെയും കാര്യങ്ങൾ ചെയ്തു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Remember one thing, what Jesus did on the cross of Calvary, nobody could do. ഓർക്കുക, യേശു കർത്താവ് കാൽവരി ക്രൂശ് ചെയ്ത കാര്യം ആർക്കും തീർക്കാൻ സാധിക്കാത്ത No കാര്യമാണ്. prophet could do that. ഒരു പ്രവാചകന് അത് ചെയ്യാൻ No സാധ്യമല്ല. king could do that. ഒരു രാജാവിനും അത് ചെയ്യാൻ No സാധ്യമല്ല. priest could do ഒരു that. പുരോഹിതനും അത് ചെയ്യാൻ സാധ്യമല്ല. Nobody could do that. ആർക്കും തന്നെ അത് ചെയ്യാൻ സാധ്യമല്ല. But out of his love, he gave his life for us. എന്നാൽ അവന്റെ സ്നേഹത്തിൽ നിന്ന് അവന്റെ ജീവൻ നമുക്ക് വേണ്ടി അവൻ ഊറ്റി തന്നു. Hallelujah. Hallelujah. He is the mighty God. അവൻ സർവശക്തനായ ദൈവമാണ്. He is the Lord of hosts. അവൻ സൈന്യങ്ങളുടെ ദൈവമാണ്. He was the glorious God. അവൻ മഹത്വത്തിന്റെ ദൈവമായിരുന്നു. And he left all his glory in heaven and came down as a human being just like അവൻ us. അതെല്ലാം തന്നെ സ്വർഗത്തിൽ അഴിച്ചു വെച്ചിട്ട് അവൻ മനുഷ്യന്റെ രൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. Hallelujah. Hallelujah. In great humility he came down. അങ്ങനെ വലിയ താഴ്മയോടെ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Who can do that? ആർക്കത് ചെയ്യാൻ സാധിക്കും? Who can do such a great thing? ഇത്തരം ഒരു കാര്യം ആർക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കും? We are going to read
a few more scriptures. Colossians chapter number 2. ഇനി നമ്മൾ 1-2 വചനങ്ങൾ കൂടെ വായിക്കാൻ പോവുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, Verses 14 and 15. അതിന്റെ 14-15 വചനങ്ങൾ. And here we read about what Christ did on the cross of Calvary. ഇത് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ് എന്നതുള്ളതാണ് വായിക്കുന്നത്. Having cancelled the charge of our legal indebtedness which stood against us and condemned us, he has taken it away, nailing it to the cross. ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും പ്രതികൂലമായിരുന്നതുമായ കടങ്ങളുടെ ചീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യേ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. Then verse number 15, and having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധരാക്കി അവൻ ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും അവയെ പരസ്യമായ കാഴ്ചയാക്കുകയും ചെയ്തു. Now I need your undivided attention, ഇനി നിങ്ങളുടെ പതറാത്ത ശ്രദ്ധ എനിക്ക് ആവശ്യമുണ്ട്. because something great I'm going to tell you. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ When പോകുകയാണ്. Jesus was crucified, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട സമയത്ത് there were two criminals crucified along with him on either side, on both sides. യേശുവിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് 2 കുറ്റവാളികളെ കൂടെ അന്ന് ക്രൂശിച്ചിരുന്നു. And when people looked at them, ജനങ്ങൾ അവരെ നോക്കിയപ്പോൾ all of them seemed to be 3 criminals hanging from cross. എല്ലാവരും ഇതാ 3 കുറ്റവാളികൾ തൂങ്ങിക്കിടക്കുകയാണ്. They could not see anything special about Jesus. യേശു ക്രിസ്തുവിൽ യാതൊരു പ്രത്യേകതയും കുറ്റവാളിയേക്കാൾ അപ്പുറം അവരൊന്നും കണ്ടില്ല. All the 3 were bleeding, 3 പേരും രക്തമൊലിച്ചു കിടക്കുന്നു. always struggling for breath, എല്ലാവരും ശ്വാസം കിട്ടുവാനായി ബന്ധപ്പെടുന്നു. all were going through great pain. എല്ലാവരും വളരെ വേദന, പ്രാണവേദനയിലാണ്. What's the difference? എന്താണ് ഈ 3 പേരും തമ്മിൽ വ്യത്യാസം? Because nobody had the spiritual eye to see or discern the person who was hanging in the center. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ ആർക്കും തന്നെ ആത്മീകമായൊരു വീക്ഷണമോ ഒരു കാഴ്ചപ്പാടോ നടുക്ക് കിടക്കുന്നവനെ കുറിച്ചുണ്ടായിരുന്നില്ല. But if they had the spiritual eye, എന്നാൽ അവർക്ക് അവരുടെ ആത്മീക കണ്ണുകൾ പ്രകാശിച്ചിരുന്നെങ്കിൽ they could understand that he was the blameless Lamb of God who was carrying all our sins. അവർക്ക് ഒരു കാര്യം മനസ്സിലായേനെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുറ്റമില്ലാത്ത പാപമില്ലാത്ത കുഞ്ഞാടാണ് ഈ കിടക്കുന്നതെന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായേനെ. But today, after many years, after many centuries, God has given us a grace and understanding and revelation to understand it was the Messiah who was hanging. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ ഇന്ന് ദൈവം തമ്പുരാൻ നമുക്കൊരു വെളിപ്പാട് നൽകിയിരിക്കുകയാണ്. കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നവൻ ഒരു കുറ്റവാളിയല്ല, പകരം അവൻ മനുഷ്യന്റെ മശിഹയാണ്. Hallelujah. മനസ്സിലായവർ ചേർന്നൊരു ഹാലലുയ പറയാമോ? Bigger hallelujahs everywhere. ശബ്ദമുയർത്തി. So in this verse, the Bible says he cancelled the charge of our legal indebtedness. അവിടെ നാം കാണുന്നു, നമുക്കെതിരെ ആയിരുന്ന ചട്ടങ്ങളെ അവനതാ നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, റദ്ദാക്കി. Can somebody say thank you Jesus? കൈകൾ ഉയർത്തിയിട്ട് എത്ര പേർ നന്ദി യേശുവേ എന്ന് പറയും? Thank you Jesus. ഉറക്കെ പറയാമോ? താങ്ക് യു ജീസസ്. He took away all the legal indebtedness from us which were actually condemning us. He took it away, nailing it to the cross. നോക്കുക, ചട്ടങ്ങൾ, നമുക്കെതിരെ എഴുതപ്പെട്ടിരുന്ന കടങ്ങളുടെ ചീട്ടിന്റെ ചട്ടങ്ങളെ അവൻ എന്താ ചെയ്തത്? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അതിനെ ആണിയടിച്ചു തറച്ചു. Then in the next verse, Paul is saying he disarmed all the powers and authorities. അടുത്ത വചനത്തിലേക്ക് പൗലോസ് പറയുന്നു, അവൻ ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. In other words,
he defeated all the satanic forces on the cross. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ സാത്താന്യമായ ശക്തികളെയും അവൻ കാൽവരി ക്രൂശിൽ നിരായുധമാക്കി ശക്തിയില്ലാത്തതാക്കി. And today, as a child of God, none of us has to be afraid of any devil. അതുകൊണ്ട് ഇന്ന് ഒരു ദൈവ പൈതലാണെങ്കിൽ നാം ആരും തന്നെ ആ പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Because he is already defeated on the cross. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ കാൽവരി ക്രൂശിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന So when വ്യക്തിയാണ്. people saw Jesus was a weak person on the cross, that was not the real fact. Actually, he was defeating all the power of the enemy, all the power of the devil spiritually on the cross. യഥാർത്ഥത്തിൽ ഈ വചനം അനുസരിച്ച് ജനങ്ങൾ കാഴ്ചയിൽ കണ്ടപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പരാജിതനായി കിടക്കുന്നു എന്ന് മനുഷ്യന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ യേശുക്രിസ്തു അവിടെ സാത്താനെയും സാത്താന്റെ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് കാൽവരി ക്രൂശിൽ ചെയ്തത്. 1 Peter chapter 2 and verse number 24 says, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം പറയുകയാണ്, he himself bore our sins in his body on the cross, so that he might die to sins and live for righteousness. By his wounds you have been healed. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേലേറി അവന്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. This is a very comforting verse. ഇത് വളരെ ആശ്വാസം നൽകുന്ന വചനമാണ്. He himself, Jesus himself bore all our sins. യേശു ക്രിസ്തു തന്നെ നമ്മുടെ പാപങ്ങളെ ചുമന്നു. Where? In his body. എവിടെയാണ് അവൻ അത് ചുമന്നത്? തന്റെ ശരീരത്തിൽ ആ ചുമടെടുത്തു. So that we might die to sins and live for righteousness. അങ്ങനെ സംബന്ധിച്ചപ്പോൾ പാപം സംബന്ധിച്ച് നമുക്ക് മരിക്കുവാനും നീതിക്കായി നമുക്ക് ജീവിച്ചെഴുന്നേൽക്കാനും സാധിച്ചു. And not only that, by his wounds you have been healed. അതുമാത്രമല്ല സംഭവിച്ചത്, കാൽവരി ക്രൂശ് നിമിത്തമുണ്ടായ അവന്റെ ശരീരത്തിലെ മുറിവുകളാൽ നമുക്ക് സൗഖ്യവും ലഭിച്ചിരിക്കുകയാണ്. 1 Corinthians chapter 1 verse number 18 and 25. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-25 വചനങ്ങൾ. Verse number 18 says, for the message of the cross is foolishness to those who are perishing, but to us who are being saved it is the power of God. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. So for so many people this is a foolishness. ഒത്തിരി ആളുകൾക്കും ഇതൊരു ഭോഷത്വമായ കാര്യമാണ്. What blessing festival? എന്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ! What is happening there? എന്തൊക്കെയാ അവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? When the message of the cross is preached, so many people think that these are all foolishness. ദൈവത്തിന്റെ ക്രൂശിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ആളുകൾക്കും ഇത് എന്തൊരു മണ്ടത്തരമാണ്, ഭോഷത്തരമാണ് എന്നൊക്കെ തോന്നും. If anyone is feeling that this kind of a message is foolishness, that person is on the way to perishing. ആർക്കെങ്കിലും ഇത്തരം ദൈവ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അതൊരു മണ്ടത്തരമാണല്ലോ, ഭോഷത്തരമാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ, അവരെ കുറിച്ച് ബൈബിൾ പറയുന്ന അവർ നശിച്ചു പോകുന്നവർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. But to us who are being saved, it is the power of God. എന്നാൽ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Verse number 25 in the same chapter, for the foolishness of God is wiser than human wisdom, and the weakness of God is stronger than human strength. അതിന്റെ 25-ാമത്തെ വചനം അതേ അധ്യായത്തിൽ, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. I want to read it once again. ഒരിക്കൽ കൂടെ ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. The foolishness of God is wiser than human wisdom, and the weakness of God is stronger than human strength. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വലുതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തെക്കാൾ ഏറിയതുമാണ്.
The conclusion is this. അതിന്റെ ഉള്ളടക്കം ഇതാണ്, ചുരുക്കം ഇതാണ്. Many people think that Christ is weak. ഒത്തിരി ആളുകളും ചിന്തിക്കുന്നത് ക്രിസ്തു ബലഹീനനാണ്. In their worldly eyes. അവരുടെ പുറമേയുള്ള കണ്ണുകൾ നിമിത്തം. But spiritually, Jesus Christ is the mighty God. എന്നാൽ ആത്മീകമായി യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. On the cross, he deliberately, voluntarily gave up everything, set aside his power and might, set aside his glory, and he took all our sins on his body. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് മനഃപൂർവ്വമായി തൻ്റെ അധികാരം, തൻ്റെ മഹത്വം എല്ലാം അവൻ മാറ്റിവെച്ചിട്ട് മനുഷ്യ സമൂഹത്തിന്റെ പാപം അവൻ തൻ്റെ ശരീരത്തിലേക്ക് വഹിക്കുകയാണ് ഉണ്ടായത്. Why did he do that? എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്തത്? Because he loved us. കാരണം അവൻ നമ്മെ സ്നേഹിച്ചത് നിമിത്തം. Hallelujah. ഹല്ലേലൂയ. He became weak, he became helpless, and he died on the cross only because he loved every one of us. അവൻ ബലഹീനനായതും ദയനീയമായ സ്ഥിതിയിലായതും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ചതും എല്ലാം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട് നിമിത്തമായിരുന്നു. How many of you can lift your hands and say, I love you, Jesus? നിങ്ങൾ എത്ര പേർ കൈകൾ ഉയർത്തിയിട്ട് ഉറക്കെ പറയും, I love you, Jesus? Hallelujah. Hallelujah. Everybody lift your voices and say, എല്ലാവരും Love ഉറക്കെ you, ഒന്ന് Jesus. പറയാമോ? I love you. Hallelujah. Hallelujah. Because he loved us before. കാരണം അവൻ നമ്മെ മുൻപേ അവൻ നമ്മെ സ്നേഹിച്ചു. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒറ്റപ്പാലം സെപ്റ്റംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. AH ഗാലറി ഓഡിറ്റോറിയം, KVM പ്ലാസ, മെഗാ മാളിന് സമീപം, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി സെപ്റ്റംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ലോകം എമ്പാടും ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന സകലരും ചേർന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുറവിളികളിൽ നിന്നും ജനത്തെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ആരംഭിക്കട്ടെ. മസ്തിഷ്കത്തെ ബാധിച്ചിരിക്കുന്ന ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില രോഗങ്ങൾ യേശു കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അങ്ങനെ ബാധിച്ച ആരെങ്കിലും ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, യേശുവിൽ നിന്നുള്ള ദൈവികമായൊരു സൗഖ്യം പലതരത്തിലുണ്ട്. യേശുവിൽ നിന്നുള്ള ദൈവികമായൊരു സൗഖ്യം അവർക്ക് ലഭിക്കുക. മറ്റൊന്ന്, പൈശാചിക ശക്തികളാൽ പല നിലകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ അലർജി, സാധാരണ ഒരു അലർജിയല്ല, എന്ത് കഴിച്ചാലും എവിടെയും ഭീകരമായൊരു അലർജിയുള്ളൊരു വ്യക്തി, ഒരു സഹോദരിയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സഹോദരി സൗഖ്യമാകട്ടെ. അതോട് ചേർന്ന് പല നിലയിലുള്ള അലർജികൾ അനുഭവിക്കുന്നവർക്ക് കൂടെ ഇപ്പോൾ സൗഖ്യമാകട്ടെ.
താങ്ക് യു ജീസസ്. നട്ടലിൻ്റെ ഏറ്റവും താഴെ ടെയിൽ ബോൺ, അവിടെ ഭയങ്കരമായി വേദന നിമിത്തം ഇരിക്കാനും അതുപോലെ അവിടെ എവിടെ തട്ടിയാലും ഭീകരമായ വേദനയുള്ളൊരു വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾക്കകത്ത് തേയ്മാനമോ അതല്ലെങ്കിൽ കാർട്ടിലിജിൻ്റെ ടയറോ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന, പ്രത്യേകിച്ച് ആ കാൽമുട്ട് മാറ്റിവെക്കുന്ന നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ള ആ വ്യക്തികൾക്ക് യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ സമയത്ത് ഈ TV സ്ക്രീനിലേക്ക് കൈകൾ രണ്ടും നീട്ടിക്കൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും യേശുവിനോട് ഇപ്പോൾ അത് പറഞ്ഞ് വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ I release miracles into their lives in the name of Jesus. ക്ഷയരോഗം സൗഖ്യമാകട്ടെ, ഹെപ്പറ്റൈറ്റിസ് B സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇപ്പോൾ വിശ്വസിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു നന്മ, ഒരു അനുഗ്രഹം അങ്ങ് കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രോപ്പർട്ടി സംബന്ധമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. ആ വിഷയം മൂലം ജീവിക്കാൻ പോലും ഉള്ള ആഗ്രഹം നഷ്ടപ്പെട്ട ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് തിരുനാമത്തിൽ ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന എല്ലാവരെയും അവരുടെ ആവശ്യമനുസരിച്ച് അനുഗ്രഹിച്ചതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന ഒറ്റപ്പാലത്ത്, പിറ്റേ ദിവസം കോഴഞ്ചേരിയിലാണ്. രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, DVD-കൾ, CD-കൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.